വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യത്തെ വളരെ ശക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന തിരുവചന ഭാഗമാണ് 1 കൊരിന്ത്യർ 15:12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്ന വിശ്വാസം ശരിപ്പെടുത്താതെ ഉള്ള വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പുനരുത്ഥാന വിശ്വാസം കൂടാതെയുള്ള പ്രസംഗം വ്യർത്ഥമാണ് എന്ന് ഈ ഭാഗത്ത് പൗലോസ് ഓർപ്പിക്കുന്നു. പുനരുത്ഥാനം എന്ന യാഥാർത്ഥ്യത്തിൽ അല്ലാതെയുള്ള ചില പ്രമാണങ്ങളിൽ ക്രിസ്ത്യവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ അത് മറ്റ് മതങ്ങളെപ്പോലെ ആയിത്തീരും. മഹാത്മാഗാന്ധിയോട് എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി തീർന്നില്ല എന്ന് ചോദിച്ചതിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുഗമിക്കാത്തത് കൊണ്ടാണ് എന്ന്. എന്നാൽ അതല്ല കാരണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹത്തിന് ഉയർപ്പിൻ്റെ അനുഭവം ലഭിച്ചിരുന്നില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് മറ്റുള്ളവരെ നോക്കേണ്ടതില്ല. ഞാൻ എങ്ങനെയാണ് എന്ന് നോക്കണം. വെറുതെ മതത്തിൻ്റെ ചട്ടങ്ങൾ പാലിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്നില്ല. പിന്നെയോ ഉയർപ്പിൻ്റെ അനുഭവം ലഭിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. ചില പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉടലെടുത്തതല്ല ക്രിസ്തീയ സഭ. പിന്നെയോ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ എന്നിൽ ജീവിക്കുന്നു എന്നതാണ്. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തിരുന്നില്ല എങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഒന്ന്, നമ്മൾ ഇന്നും പാപത്തിൽ തന്നെ ജീവിക്കുമായിരുന്നു. 1 കൊരിന്ത്യർ 15:17. 2, പുനരുത്ഥാനം നടന്നിരുന്നില്ല എങ്കിൽ മരണം കൊണ്ട് സകലതും അവസാനിക്കുമായിരുന്നു. 1 കൊരിന്ത്യർ 15:19. ഈ രണ്ട് സംഗതികളെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി നമുക്ക് ചിന്തിക്കാം. മതങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം ഒന്ന് തന്നെ എന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. എന്നാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ്. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മിലുണ്ടാക്കിയിരിക്കുന്ന വ്യതിയാനം അത്ഭുതകരമാണ്. ഒരു കാലത്ത് പത്രോസ് ഭീരുവായി കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ പുനരുത്ഥാന അനുഭവം പത്രോസിനെ വ്യത്യസ്തനാക്കി. ഭയലേശമന്യേ കർത്താവിനെ പ്രസംഗിച്ചു. പുനരുത്ഥാന അനുഭവം ശിഷ്യന്മാരെ ലോകത്തെ കീഴ്മേൽ മതിക്കുന്നവരായി രൂപാന്തരപ്പെടുത്തി. പുനരുത്ഥാനം എന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നു എന്നതാണ്. അതായത് യേശുക്രിസ്തു തൻ്റെ മരണം മൂലം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്ക് പാപ വിടുതൽ ലഭിച്ചു. നാം രക്ഷയുടെ അവകാശികളായി. എന്നാൽ നാം സമ്പൂർണരായി എന്ന് കരുതരുത്. പാപം അതിൻ്റെ സ്വാധീനം നമ്മിൽ ചെലുത്തിക്കൊണ്ടേയിരിക്കും. നാം എത്രമാത്രം ക്രിസ്തുവിനോട് അടുക്കുന്നുവോ അത്രത്തോളം പരീക്ഷയും നമുക്കുണ്ടാവും. അതുകൊണ്ട് നാം എപ്പോഴും പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നല്ല, പിന്നെയോ കർത്താവ് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായതിനാൽ വന്നുപോകുന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മാത്രം മതി. ഒരു പ്രായശ്ചിത്തവും ചെയ്യണ്ട. ഇവിടെ കർത്താവ് പറഞ്ഞൊരു വാചകം പ്രസക്തമാണ്: പോക, ഇനിമേൽ പാപം ചെയ്യരുത്. രണ്ടാമത്, പുനരുത്ഥാനം മിച്ചിയായിരുന്നുവെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു പ്രത്യാശയുണ്ടാകുമായിരുന്നില്ല. യേശുവിന് 400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന സോക്രട്ടീസിനോട് സ്നേഹിതന്മാർ ചോദിച്ചു, മരണത്തിന് ശേഷവും നാം ജീവിക്കുമോ? മറുപടി ഇപ്രകാരമായിരുന്നു: അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്നാൽ അത് ഉറപ്പില്ല. എന്നാൽ മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, പിന്നെയോ അത് ഒരു പുതിയ ജീവിതത്തിന് ആരംഭം കുറിക്കുകയാണ് എന്ന് യേശു കർത്താവ് തൻ്റെ പുനരുത്ഥാനത്തിൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15:55 ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമം എവിടെ എന്ന് ചോദിച്ചത്. അതുകൊണ്ട് നമുക്കിനി മരണത്തെ പേടിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉറപ്പ് കർത്താവ് മരണത്തിൻ്റെ വിഷമുള്ളിൽ തകർത്തു എന്നതാണ്. തൽഫലമായി നമുക്ക് ജീവിതത്തെക്കുറിച്ച് ധൈര്യമുണ്ടാകുന്നു എന്നതാണ് രണ്ടാമത്തെ ഉറപ്പ്.
ഈ ധൈര്യമാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പൗലോസിനെ കൊണ്ട് പറയിച്ചത്. എനിക്കെന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഒട്ടും ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ മരണത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് മരിക്കുന്നത് ലാഭം തന്നെയാണ്. റോമർ 8:11 പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മിലും വസിക്കുന്നത് കൊണ്ട് തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മറ്റ് ശരീരത്തെയും ഉയർപ്പിക്കും. അതേ, കർത്താവ് മരണത്തെ ജയിച്ചതിനാൽ നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ ഞാൻ മരിച്ചാലും ജീവിക്കും. ഈ പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടുന്നത്. കർത്താവേ, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എനിക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ആമേൻ.